ഈ നൂറ്റാണ്ടിൽ ശാസ്ത്ര, ബഹിരാകാശ, കായിക രംഗങ്ങളിൽ ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ 124-ാം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ചത്. ഇന്ത്യയിൽ ശാസ്ത്രം നവോന്മേഷത്തോടെ പുരോഗമിക്കുന്നതിൽ പ്രധാനമന്ത്രി അഭിമാനം പ്രകടിപ്പിച്ചു. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തിയത് രാജ്യമെമ്പാടും സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും അലയൊലി തീർത്തതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാജ്യത്ത് ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. 5 വർഷം മുൻപ് ബഹിരാകാശ മേഖലയിൽ 50-ൽ താഴെ സ്റ്റാർട്ടപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ഇപ്പോൾ അവയുടെ എണ്ണം 200-ലധികമായി വർദ്ധിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. देश में स्पेस स्टार्टअप भी तेजी से बढ़ रहे हैं। 5 साल पहले 50 से भी कम स्टार्टअप थे, आज 200 से ज्यादा हो गए हैं सिर्फ स्पेस सेक्टर में. കുട്ടികളിൽ നവീനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു ക്യാമ്പയിനായ ഇൻസ്പയർ മാനക് അഭിയാനെക്കുറിച്ചും പ്രധാനമന്ത്രി സംസാരിച്ചു. ഓഗസ്റ്റ് 23-ന് ദേശീയ കായിക ദിനം ആചരിക്കും. നമോ ആപ്പ് വഴി ഈ ദിവസം എങ്ങനെ ആഘോഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള ആശയങ്ങൾ പങ്കിടാൻ പ്രധാനമന്ത്രി മോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. അന്താരാഷ്ട്ര കെമിസ്ട്രി ഒളിമ്പ്യാഡിലും ഗണിത ഒളിമ്പ്യാഡിലും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ നേട്ടത്തെ അദ്ദേഹം പ്രശംസിച്ചു. അടുത്ത മാസം മുംബൈയിൽ ജ്യോതിശാസ്ത്ര ഒളിമ്പ്യാഡ് നടക്കുമെന്നും 60-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒളിമ്പിക്സിലും ഒളിമ്പ്യാഡുകളിലും ഇന്ത്യ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. साथियों, अगले महीने मुंबई में एस्ट्रोनॉमी और एस्ट्रोफिजिक्स ओलंपियाड होने जा रहा है. इसमें 60 से ज्यादा देशों के छात्र आएंगे, वैज्ञानिक भी आएंगे. यह अब तक का सबसे बड़ा ओलंपियाड होगा. एक तरह से देखें तो भारत अब ओलंपिक और ओलंपियाड दोनों के लिए आगे बढ़ रहा है. യുനെസ്കോ 12 മറാഠ കോട്ടകളെ ലോക പൈതൃക സ്ഥലങ്ങളായി അംഗീകരിച്ചതിൽ ശ്രീ മോദി അഭിമാനം പ്രകടിപ്പിച്ചു. ഇവ സന്ദർശിച്ച് അവയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. 18 വയസ്സുള്ള സ്വാതന്ത്ര്യസമര സേനാനി ഖുദിറാം ബോസിന്റെ ധീരതയെ എടുത്തു കാണിച്ചുകൊണ്ട് ഓഗസ്റ്റ് വിപ്ലവ മാസമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഓഗസ്റ്റ് 1 ലോകമാന്യ ബാലഗംഗാധര തിലകന്റെ ചരമവാർഷികവും ഓഗസ്റ്റ് 8-ന് മഹാത്മാഗാന്ധി നയിച്ച ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവും പ്രധാനമന്ത്രി അനുസ്മരിച്ചു. 1905 ഓഗസ്റ്റ് 7-ന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചും ശ്രീ മോദി സംസാരിച്ചു. പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് കൈത്തറിക്ക് ഈ പ്രസ്ഥാനം പുതിയ ഊർജം നൽകിയതായി അദ്ദേഹം പരാമർശിച്ചു. ഇതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 7-ന് രാജ്യം ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്നു. ഇന്ത്യയിലെ തുണിത്തരങ്ങൾ ഒരു സാമ്പത്തിക മേഖല മാത്രമല്ല, രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ പ്രതിനിധാനം കൂടിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2047-ൽ വികസിത ഇന്ത്യയിലേക്കുള്ള പാത സ്വാശ്രയത്വത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ആത്മനിർഭർ ഭാരതിന്റെ അടിത്തറ തദ്ദേശീയർക്കു വേണ്ടി ശബ്ദമുയർത്തുന്നതിലാണെന്നും ശ്രീ മോദി പ്രസ്താവിച്ചു. ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങാനും വിൽക്കാനും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ശാസ്ത്രം, വൈദ്യം, സംഗീതം, തത്വചിന്ത എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പുരാതന കൈയെഴുത്തു പ്രതികളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന അറിവിലാണ് ഇന്ത്യയുടെ യഥാർത്ഥ ശക്തിയെന്ന് ശ്രീ മോദി പറഞ്ഞു. ഈ അസാധാരണ പൈതൃകം സംരക്ഷിക്കേണ്ടതിനായി ഈ വർഷത്തെ ബജറ്റിൽ ഗ്യാൻ ഭാരതം മിഷൻ ആരംഭിച്ചതിനെക്കുറിച്ചും പ്രധാനമന്ത്രി പ്രതിപാദിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ ഉടൻ 11 വർഷം പൂർത്തിയാക്കും. ഈ വർഷം 4500-ലധികം നഗരങ്ങളും പട്ടണങ്ങളും സ്വച്ഛ് സർവേയിൽ പങ്കെടുക്കുന്നതോടെ ഇത് ഒരു ബഹുജന പ്രസ്ഥാനമായി മാറിയെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. നാഗപഞ്ചമി, രക്ഷാബന്ധൻ, ജന്മാഷ്ടമി തുടങ്ങിയ വരാനിരിക്കുന്ന ആഘോഷങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ 124-ാം പതിപ്പ് പ്രധാനമന്ത്രി ഉപസംഹരിച്ചത്.